പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. പുലിയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഇക്ബാൽ, ആരോഗ്യവാനായിരുന്നു ഈ പുലി, അല്ലെങ്കിൽ ആരോഗ്യമുള്ളതായിരുന്നു ഈ പുലി എന്നാണ് നേരത്തെ ഇക്ബാൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്താണ് സംഭവിച്ചത്? ബിനിൽ, ഈ പുലിയെ പിടികൂടി കൂട്ടിൽ വെച്ച വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പുലിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ഈ പുലിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്നതായി പിന്നീടാണ് വിദഗ്ധമായി നടത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും കണ്ടെത്തിയത്. മലദ്വാരത്തിൽ നിന്ന് ഉൾപ്പെടെ രക്തം വരുന്നതായാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരുപാട് നേരം ഈ കമ്പിയിൽ ഇടുപ്പ് കുടുങ്ങി കിടന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് പരിക്ക് പറ്റി ഈ പുലിക്ക് ഇത്തരത്തിലൊരു മരണം ഉണ്ടായത് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഇപ്പോൾ ഏതായാലും പറയുന്നത്. നിലവിൽ എത്രയും പെട്ടെന്ന് ഈ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. പക്ഷേ കൂടുതൽ വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മാത്രമാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കൊല്ലങ്കോട് ഇടുക്കപ്പാറയിലുള്ള ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിച്ചായിരിക്കും പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക എന്നാണ് ഇപ്പോൾ വനവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. രാവിലെ 7 മണിക്കാണ് നാട്ടുകാർ ഈ പുലിയെ കമ്പിയിൽ കുടുങ്ങിയതായി കാണുന്നത്. ഒരു പക്ഷേ എത്ര വയസ്സ് മതിപ്പ് പ്രായം പറയുന്നുണ്ട് എന്നാണ് വെറ്റിനറി സർജന്മാർ അറിയിക്കുന്നത്. മാത്രമല്ല, ഇത് ആൺപുലിയാണോ പെൺപുലിയാണോ? ബിനിൽ, വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ വിവരപ്രകാരം ഏകദേശം 4 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺപുലിയാണ് ഇന്ന് കമ്പിയിൽ കുടുങ്ങിയത്. പുലർച്ചെ ഏകദേശം ഒരു 5:30 മണിയോട് കൂടിയായിരിക്കാം ഇത്തരത്തിൽ പുലി കുടുങ്ങിയെന്നാണ് വനവകുപ്പിന്റെ ഒരു കണക്ക് കൂട്ടൽ. 7 മണിക്കാണ് പുലി കമ്പിയിൽ കുടുങ്ങിയതായി നാട്ടുകാർ കാണുന്നത്. പിന്നീട് ഏകദേശം 5:30 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് പുലിയെ കമ്പിയിൽ നിന്ന് മാറ്റി കൂട്ടിനുള്ളിലാക്കി രക്ഷപ്പെടുത്താൻ വനവകുപ്പിന് സാധിച്ചത്. അത്രയും നേരം ഏകദേശം ഒരു 5 മണിക്കൂറിലധികം പുലി ഈ കമ്പിയിൽ തന്നെ വയറ് അല്ലെങ്കിൽ ഇടുപ്പ് ഭാഗം ടൈറ്റായി അല്ലെങ്കിൽ വളരെ പുറത്ത് കിടക്കാൻ കഴിയാത്ത രീതിയിൽ പുലി അതിന്റെ അകത്ത് കിടക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇത്ര നേരം അത്രയും ഒരു ദുർഘടാവസ്ഥയിൽ കടന്നത് കൊണ്ടായിരിക്കാം പുലിക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ എത്രത്തോളം ഡോസ് ഈ മയക്കുവെടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്? മാത്രമല്ല, ഒറ്റ റൗണ്ട് മാത്രമാണോ മയക്കുവെടി വെച്ചത്? ബിനിൽ, ആദ്യം ഒരൊറ്റ മയക്കുവെടി മാത്രമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ പുലിക്ക് നേരെ വെക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് കൃത്യമായി ഒരു 10 മിനിറ്റ് നിരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമാണ് പുലിയെ വനവകുപ്പിന്റെ പ്രത്യേക സംഘം RRT സംഘം ഈ കൂട്ടിലാക്കിയത്. ഇതിനുശേഷവും നിരവധി തവണ വ്യക്തമായുള്ള ഒരു പരിശോധന വനവകുപ്പിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വെറ്റിനറി സർജന്മാരും നടത്തിയിരുന്നു. ഒരു പക്ഷേ ഇനി ഇതിലൊരു സാധ്യതയുള്ളത് ഒരു പക്ഷേ നേരത്തെ കല്ലടിക്കോടെല്ലാം സംഭവിച്ചതുപോലെ ഹൃദയാഘാതം മൂലം ഈ പുലി മരിച്ചതാകാം എന്നൊരു നിഗമനവും ഉണ്ട്. എന്താണ് മരണകാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമാവുകയുള്ളൂ. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. പുലിയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കപ്പാറ ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിച്ച് പുലിയുടെ പോസ്റ്റ്മോർട്ടം ഉടൻ തന്നെ നടത്തും. ഇക്ബാൽ അറക്കലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.